വീണ വിജയനെതിരായ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതം അല്ലെന്നും അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതൊരു ഗുരുതരമായ ആരോപണമാണ്. കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ആരും ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഒരു കേസ് CMRL ഒരു കേസ് പരിശോധിച്ചു വന്നപ്പോൾ വെളിവായ ഒരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവര് ഗവൺമെന്റ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ്. അത് ഇതിനകത്ത് ഏറ്റവും പ്രധാന പോയിന്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്. ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിങ് ആണ്. അത് PML ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ്. അപ്പൊ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടത്. വീണ വിജയനെതിരായ ആരോപണം വളരെ ഗൗരവതരമാണ്. ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമല്ല. CMRL കമ്പനിയിൽ നിന്നും വീണ വിജയന്റെ കമ്പനിക്ക് പണം നൽകിയത് സേവനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ എന്ത് സേവനമാണ് നൽകിയതെന്ന് വ്യക്തമാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരുവാൻ അർഹതയില്ല, വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെയും വി.ഡി. സതീശൻ വിമർശനം ഉന്നയിച്ചു. രാജീവ് ചന്ദ്രശേഖറിന് മലയാളം അറിയില്ലെന്നും കേരളത്തെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് മലയാളം അറിയില്ല. കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ധാരണയില്ല, വി.ഡി. സതീശൻ പറഞ്ഞു. നമ്മളൊരു വിഷയം ഉണ്ടാവും, ഇതുപോലത്തെ കാശ്മീർ സ്ഫോടനം ഉണ്ടാവുമ്പോൾ രാജ്യസ്നേഹമുള്ളവരെല്ലാവരും, നിങ്ങളും ഞാനും അടക്കം ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഇതിന്റെ പേരിൽ ഇനി വീണ്ടും ഒരു കലാപമൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കരുത്, അല്ലെ, ഒരു കുഴപ്പം ഉണ്ടാകരുത്. അതല്ലേ നമ്മൾ പറഞ്ഞല്ലോ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത്. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല. നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ്, നമ്മുടെ നെഞ്ചിലാണ് വെടിയുണ്ട നിറച്ചിരിക്കുന്നത് എന്ന് ദേശസ്നേഹത്തോടു കൂടിയാണ് ആ വാക്ക് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല. വായി തോന്നിയതിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല. പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി. ഞാനത് ഇഗ്നോർ ചെയ്തു. അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, പാവണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവാദ സർക്കുലറിനെതിരെയും വി.ഡി. സതീശൻ വിമർശനം ഉന്നയിച്ചു. ബുദ്ധിയുള്ളവർ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കില്ലെന്നും ഉത്തരവ് പുറത്തിറക്കിയവർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലെന്നും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ രീതി ഞങ്ങൾ കുറെ നാളുകളായി അവലംബിക്കുന്നുണ്ട്. ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി, നാളെ പ്രഖ്യാപിച്ചാൽ നാളെ രാത്രി നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.